അതീവ ഗൗരവത്തോടു കൂടി തന്നെ ഇത് കൈകാര്യം ചെയ്യണം. എത്ര ജീവനാണ് നഷ്ടപ്പെടുന്നത്. കാർഷിക വൃത്തിയിൽ തന്നെ തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്ത് നമുക്ക് വനങ്ങളെ സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക എന്ന നയം നിലനിൽക്കുന്നുണ്ടെങ്കിലും മനുഷ്യനെ രക്ഷിക്കുക, മനുഷ്യജീവൻ നിലനിർത്തുക എന്നുള്ളത് പരമപ്രധാനമാണ്. മനുഷ്യനെ ജീവിക്കാനുള്ള, കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവരുടെ അവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതിന് സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഫലപ്രദമായ നടപടികളുമായി മുന്നോട്ട് പോയേ മതിയാകും. അല്ല, ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു തുറന്ന സമീപനത്തോടു കൂടി. കാരണം കൃഷിക്കാരെ രക്ഷിക്കുക, മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന ഒരു സാഹചര്യം പൂർണ്ണമായി ഉറപ്പുവരുത്തുക. അതിനെന്തൊക്കെ വേണമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്, ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൽപ്പെട്ട് ഒരു തർക്കവിഷയമാക്കേണ്ട കാര്യമല്ല. ഈ കാര്യം മാനുഷിക പ്രശ്നമാണ്, ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് പരമപ്രധാനം. അല്ല, കോൺഗ്രസ് വളരെ താല്പര്യമെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തെ വളർന്നു വരുന്ന വർഗീയ ഫാസിസം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന വർഗീയ ഫാസിസം, അതേ രീതിയിൽ തന്നെയാണ് അതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ഫാസിസ്റ്റ് ശൈലിയുമായി മുന്നോട്ട് പോകുന്ന പിണറായിയുടെ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ. ഇതിനെതിരെ ഒരു ശക്തമായ ജനവികാരം വളർന്നു വന്നിട്ടുണ്ട്. അതിന് കൃത്യമായ രൂപം നൽകി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഈ തെരഞ്ഞെടുപ്പ് ഈ ഇരു ഫാസിസ്റ്റ് ശക്തികൾക്കുമെതിരായിട്ടുള്ള, ഫാസിസ്റ്റ് ശൈലികൾക്കുമെതിരായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് അതിന് എല്ലാ തരത്തിലും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതെല്ലാം ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ രംഗമാണ്. ഈ രംഗത്ത് മറ്റ് പ്രശ്നങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാരണം നമ്മുടെ ഒരു യഥാർത്ഥത്തിലൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ജനാധിപത്യ അവകാശങ്ങൾ, ഭരണഘടനയുടെ അന്തസത്ത, പൗരാവകാശങ്ങൾ, ഇതൊക്കെ ചോദ്യം ചെയ്ത് രാജ്യത്തെ വർഗീയതയിലേക്ക് നയിക്കുക, രാജ്യത്തെ നമ്മുടെ പൂർവികർ നേടിയെടുത്ത ജീവിത മൂല്യങ്ങളുണ്ടല്ലോ, ആ മൂല്യങ്ങളൊക്കെ തകർത്തെറിയുന്നൊരു സാഹചര്യമാണ്. ഈ രംഗത്ത് മറ്റ് യാതൊരു ചിന്തയ്ക്കും പ്രസക്തിയില്ല. ഒറ്റക്കെട്ടായി നിന്ന് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും തന്നെ ഈ ദുഷ്ടശക്തികൾക്കെതിരെയുള്ള പോരാട്ടം അതിൽ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. ഇല്ല, ഞാൻ എൻ്റെ നിലപാട് വളരെ മുമ്പേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 25 വർഷത്തെ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനം പൂർത്തിയായപ്പോൾ തന്നെ പാർട്ടി നേതൃത്വത്തിന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തെരഞ്ഞെടുപ്പിലും എൻ്റെ പേര് പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതില്ല. കണ്ണൂരും ആലപ്പുഴയൊക്കെ സ്ഥാനാർത്ഥികൾ ആയിട്ടില്ല എന്ന് പറയുന്നു. അപ്പം ഇല്ല, തെരഞ്ഞെടുപ്പ് വരുന്നില്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് എല്ലാവരുമായും ചർച്ച ചെയ്ത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ പാർട്ടി നിയോഗിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്.